എല്ലാവരും പറഞ്ഞ പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് ഈ ജൂലൈ 4-ന് 22 വർഷവും മോശം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും. കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല. ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ ഞാൻ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്കും പറഞ്ഞേടാ. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാല് 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫംഗ്ഷനോടുകൂടി നടത്തേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഈ വേദിയിൽ നിന്ന് എന്നെ ഈ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിനോടും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ 4-ാമത്തെ 6-ാമത്തെ നെപ്പിത്തങ്ങൾ കയറി. അപ്പം അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരിസ് അതുപോലെ സാഗർ, ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുവിനെയും ഷാരിസിനെയാണ്, ലിസ്റ്റും വഴി പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ മുന്നിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണാവോ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞോ, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിൻ്റെ കഥ കേട്ടു. ഷാരിസാണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാൾ സർവൈവ് ചെയ്യാൻ, അയാൾ മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരിസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന്. ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞ പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല.
അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആണ്, അതിൻ്റെ റൈറ്ററാണ്, അതിൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം. അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും പ്രിൻസിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതിൽ ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലേ, ഷാരിസിന്റെ കണ്ണുകളിലൂടെ. അപ്പൊ ഷാരിസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കതൊക്കെ ചെയ്യാൻ പറ്റൂടാ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്കും പറഞ്ഞേടാ. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിന്. അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചതിന്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും ബിന്ദുവും തന്നെ പറഞ്ഞു, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്റ്റാന്നും പറഞ്ഞ് ആ സാധനം ആരും എടുത്തോണ്ട് കണ്ട് നോക്കിക്കോളാം. ഒരു 9-ാം തീയതി വരെ നമുക്കിത് പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമാക്കി വെച്ചേക്കണം. ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക, ഈ സിനിമ എൻജോയ് ചെയ്യുക, അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അപ്പം ആ റൈറ്ററിലുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. എന്ന് വെച്ച് ഇതിന്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല, നമുക്കൊരു ഹിറ്റൊക്കെ കിട്ടുമ്പോഴാണല്ലോ ആളെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നത്. അതുകൊണ്ടിട്ടാണ് ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ്, ബിൻഡോ സ്റ്റീഫൻ. എൻ്റെ പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ എന്ന്. അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വേറെ ഫാമിലിയാണ്, വേറെ അപ്പൻ, വേറെ അമ്മ. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ്. ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം
ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ. പക്ഷെ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. ഈ സിനിമ എന്തെന്നറിയത്തില്ല. ദിലീപേട്ടന്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് വേറൊന്നല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്തത് കൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോയിനെ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തതെന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യവും. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നു മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, അഭിനയിക്കുന്നതെന്നില്ല, ഒന്നുമില്ല. അപ്പം മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ, അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുവായിട്ട് ഞാനിതില് ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ. പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ്. എപ്പോഴും നമുക്കെപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ, അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ഈവനുണ്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിപ്പോ ഞാനായിക്കോട്ടെ, ഷാരിസ് ആയിക്കോട്ടെ, വിൻഡോ ആയിക്കോട്ടെ. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, ഒരു വേറിട്ട സിനിമയായിരിക്കും, അങ്ങനെ ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100%
നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇപ്പോൾ ഇന്നലെ അതിൻ്റെ സെൻസർ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു സിനിമയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ എല്ലാ സിനിമയും നല്ല സിനിമയാണെന്ന് പറയും, പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ജോൺ ചേട്ടൻ ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, സിദ്ദിഖ ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര്, ജോസൂട്ടി ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചതുകൊണ്ട് ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിൻ്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനെ പണ്ടുപോലെ അറിയാം, എങ്കിലും ഈ കോൾ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരിസും ജോൺസേട്ടനുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്നും പ്രത്യേകിച്ചും പറഞ്ഞില്ല, ഞാൻ വരികയും ചെയ്തു. അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു, ബിജുവിൻ്റെ അവറാച്ചൻ ആൻഡ് സൺസിൽ. അല്ല, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ടിംഗ് നമ്മൾ ഡയറക്ടറും കൂടെ ആയിരുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ലിസ്റ്റിൻ വേണ്ടതെല്ലാം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഒരു കാര്യം ഞാൻ പറയാം. പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കും, ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് ഈ ജൂലൈ 4-ന് 22 വർഷമോ മൂസം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. പിന്നെ ദിലീപിൻ്റെ കാര്യം, എനിക്കൊന്നും മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള, ഏറ്റവും സ്ട്രൈക്ക് ലൈഫുള്ള നടൻ ദിലീപാണ്. എൻ്റെ സുഹൃത്തായതുകൊണ്ട് എൻ്റെ നായകനായതുകൊണ്ട് പൊക്കി പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത്. അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനാണ്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അതിനെയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടനോട് ഒരു കഥ പറയാൻ പറ്റുമോ, എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ പേടിയാണ്. ഇവിടെ ഇന്നലെ ഒരുത്തം വന്നൊരു കഥ, നീ എന്തിനാ ജോലി എന്തിനാകും, കാരണം ദിലീപിൻ്റെ ഇഷ്ടം എന്താ നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല, എന്തിനാണ് ഉള്ള കാര്യം പാറ്റി അടിക്കുന്നത്. അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്ന് നമുക്കറിയാം, ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ എത്രയോ പടങ്ങൾ, ഷാഫ് ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, ലാൽ ജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നത്. തിളക്കമൊക്കെ എനിക്ക് തോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയെത്തിയത്. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി, വീണ്ടും നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളിതിൽ ചിലപ്പോൾ ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തന്നെ തോന്നുന്നു, കർത്താവേ എനിക്കാണ് ശരിയാവും. ഇപ്പം നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം, ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ചോദിക്കുക, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റുവേദന ഉള്ളായിരിക്കും, എന്നാലും പേഷ്യൻ്റ് എൻ്റെ കൊച്ചിന് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡൗട്ടാവും, ദൈവമേ രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ ഷാരിസ് ചോദിച്ചോട്ടോ. എനിക്ക് തന്നെ തോന്നുന്നു, കർത്താവ് ഞാൻ ചെയ്താൽ ശരിയാവും, പിന്നെ സംശയം തീർത്തില്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോകും, ശരിയായോ എന്നുള്ള ആ ഒരു അത്ര ഇതിനോടുള്ളവർ എന്നാ പറയേണ്ടത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്. ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാർ ഷോറേജിൽ പോലും കണ്ടിട്ടില്ല. അതുപോലെ വിൻഡോയുടെ പ്രശ്നം അങ്ങോട്ട് പോകണം, മുന്നോട്ട് പോകണം. വിൻഡോയ്ക്ക് ആരെയും പണിക്കുന്ന ഇഷ്ടമല്ലേ, കേരള കോൺഗ്രസ്സുകാരനാണ്.
ആരെയും പിന്തുണങ്ങില്ല. അത് കൃത്യമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ടോളങ്ങാരെ ക്രിസ്ത്യാനി അല്ലേ? അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ജോണി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട് ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം മുതൽ എനിക്ക് ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ്. അല്ല ദിലീപേട്ടൻ ഇത്രയും നാൾ നീണ്ട ഒരു കാലം വേണ്ടി വന്നു വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ. എന്തായാലും വളരെ സന്തോഷം. ഇതിലും ഷാരിസും ബിന്ദുവൊക്കെ ഇവിടെ നിന്നിട്ട് വികാരഭരിതമായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ അതിവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇവരുടെ ആ ഒരു ഡബിങ്ങിന് പോയിട്ട് എന്നെ ഒരു 4-5 പ്രാവശ്യം കറക്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ ഷാരിസൊക്കെ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ഷോട്ടും ഞാൻ കാരണം ആ ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രസവിച്ച് കഴിഞ്ഞ ഒരു അമ്മയുടെ അവസ്ഥയാണ് ഷാരിസിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. കരയുണ്ട്, ഇപ്പോഴും ഇരുന്ന് കരയുക. കാരണം ഷാരീസ് ആ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളെടുത്ത എഫേർട്ട്, ആ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം, അതിൻ്റെ എന്തായാലും ദൈവം തരാതിരിക്കില്ല. ലിസ്റ്റിനും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാടൊന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരു സാധാരണ നല്ല കുടുംബ ചിത്രം. ആരെയും നിരാശപ്പെടുത്തില്ല. ഞാനതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട് സാധാരണ എല്ലാവരും പറയും പോലെ മഞ്ജുവിന് ഇപ്പോൾ ഒരു ദാരിദ്ര്യവാസി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത് എല്ലാ സിനിമയിലും. ചിരിക്കണ്ട, നീ ഉൾപ്പെടെ. ഇതൊന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുറച്ച് ബോൾഡായിട്ടുള്ളൊരു നല്ല ക്യാരക്ടറാണ്. സോ താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിലെ ഫാമിലി ഒരുപാടാക്കിയതിൽ വളരെ സന്തോഷം. ഇനിയും ഈ യാത്രയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ക്ലീഷ ഡയലോഗ് ആണെങ്കിൽ മെയിൻ റീസൺ ഇസ് ലിസ്റ്റിൻ, പിന്നെ ദിലീപേട്ടൻ ഒരു പുതിയ സംവിധായകൻ അരങ്ങേറുന്നു, ഷാരിസ്, മാജിക് ഫ്രെയിംസ്, അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ, സ്നേഹമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തൊരു സിനിമ. ഇപ്പം നമ്മുടെ MC പറയുന്നുണ്ടായിരുന്നു മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമയാണിത്. അത് കേട്ടപ്പം ഞാൻ തന്നെ ഒന്ന് ഇപ്പം ട്രാഫിക് മുതൽ ഈ ഘട്ടം വരെ എത്തിയപ്പോഴത്തേക്ക് 30 വരെ ആയോന്ന് ഞാൻ ചെറിയൊരു അമ്പരപ്പോട് കൂടി ആലോചിച്ചു. പക്ഷേ അതിലൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡിജോ പറഞ്ഞതുപോലെ സിനിമ കണക്കുകൾ പുറത്തുവിട്ടും പുറത്തുവിടാതെയും പ്രതിസന്ധിയും എല്ലാമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഉണ്ടാവുക, നിലനിൽക്കുക, തുടരുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പുതിയ സംവിധായകന് അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരന് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കഥ പറയണമെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി അങ്ങോട്ട് നമുക്ക് മുൻകൂർ കച്ചവടങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് ധൈര്യപൂർവ്വം സിനിമയെടുക്കാൻ മുന്നോട്ട് വരുന്ന ബിൻഡോയെ പോലുള്ള പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ പോലുള്ളവർ കടം ചോദിച്ചാൽ സിനിമ നടക്കാൻ വേണ്ടി കാശ് തരുന്ന ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ, ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി, നിർമ്മാതാക്കൾ നിലനിൽക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിലെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലിസ്റ്റിൽ മാത്രമല്ല, സ്ഥിരം പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം തന്നെ തുടർച്ചയായി സിനിമകൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം മാജിക് ഫ്രെയിംസിന്റെ 30ാമത് സിനിമ എന്നുള്ളത് തന്നെ ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അളിയ എൻ്റെ 100ാമത്തെ സിനിമയ്ക്കും എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ നീഡ് ടു ബി ദെയർ. രണ്ടാമത് ദിലീപേട്ടനെ കുറിച്ച് ഇപ്പോ ഷാരിസ് പറഞ്ഞതുപോലെ ഏതൊരു മലയാളിയും പറയുന്നത് പോലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. നമ്മൾ ഒരു +2 കയറുന്ന സമയത്ത് അന്ന് ദമ്പിടിക്ക് പോലും വൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ പടം ഇഷ്ടം പോലെ തവണ പല പല തിയേറ്ററുകളിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഒരുപാട് എന്റർടൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്ന ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന്, അത് നമ്മുടെ സിനിമാക്കാർക്കിടയിലും അല്ലാതെയും പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം അറിയില്ല, നമ്മുടെ വായന കൊണ്ടായിരിക്കാം, നമ്മുടെ മറ്റ് കലാരൂപങ്ങൾ കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഈ മലയാളി ഓഡിയനെ ദശാബ്ദങ്ങളോളം ഞാനടക്കമുള്ളവരെ ചിരിപ്പിച്ചിട്ടുള്ള
ഒരു വലിയ നടനാണ് ദിലീപേട്ടൻ. അപ്പം അതൊക്കെ അന്ന് മീശമാധവനും കല്യാണരാമനും പറക്കത്തലയൊക്കെ തിയേറ്ററിൽ കാണുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും സ്വപ്നേവി നിരീക്ഷിച്ചിരുന്നില്ല ദിലീപേട്ടന്റെ 150ാമത് സിനിമയുടെ ലളിതമായ ഈ ഓഡിയോ ലോഞ്ച് വേദിയിൽ ഇങ്ങനെ ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഭാഗ്യം എനിക്കുണ്ടാകുന്നുണ്ട്. അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ഇങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ദിലീപേട്ട, പ്രിൻസ് കാലക്കട്ടെ, മെയ് 9. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടുണ്ടെന്ന് സംസാരിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അധ്വാനം, ഷാരിസിന്റെ ഒക്കെ വാക്കുകളിലെ ഇമോഷൻസ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 9 റിഫ്ലക്റ്റ് ആവട്ടെ. അതുപോലെ ബിൻഡോ പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സിനിമ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ ബിൻഡോയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കൂട്ടം പുതിയ ആളുകളുടെ മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്. അങ്ങനെ ഒരു കൂട്ടം പുതിയ ആളുകൾ കൂടെ ഇതിൽ അരങ്ങേറുന്നു. എന്നിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ മെയ് 9 എന്ന് പറയുന്ന ദിവസം മാജിക് ഫ്രെയിംസിന്റെ ദിവസമാവട്ടെ, ദിലീപേട്ടന്റെ ദിവസമാവട്ടെ, ബിൻഡോയുടെ ദിവസമാവട്ടെ, ഷാരിസിന്റെ ദിവസമാവട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ദിവസമാവട്ടെ. അതോടൊപ്പം മലയാള സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് നമ്പറുകൾ അഭിമാന പുരസ്സരം മുന്നോട്ട് വെക്കാവുന്ന ഒരു ദിവസം കൂടി ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ ലിസ്റ്റ് ചേട്ടൻ പറഞ്ഞു, വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വരേണ്ടത് ഒരു കടമയായിട്ടും ഇവിടെ വന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നാഴികക്കല്ലും ഉണ്ടാക്കിയ ആളുകളാണ്. ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ എന്നെ വിളിച്ച്, ദിലീപേട്ടനെ ഞാൻ കൂടെ ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട്. ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ ലിസ്റ്റ് ചേട്ടനാണെങ്കിൽ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ്. ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും. ആൽവിൻ ചേട്ടനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അവനും പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ബാല്യകാല സുഹൃത്താണ്, ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ്. ഞാൻ സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തില് ആദ്യമായിട്ട് അരുഞ്ഞേട്ട കേട്ടോ, ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ, അവൻ അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പടത്തിന്റെ, കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്ട് ചെയ്ത ആ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് ബിൻഡോ. ആ സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം, പക്ഷെ ഇന്നും ആ ഒരു വേഷം തന്നതിന്റെ നന്ദി ഞാൻ അവരോട് അറിയിക്കാറുണ്ട്. ഈ സിനിമ തുടക്കം മുതൽ, ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് മുതൽ ഇന്നലെ സെൻസർ ചെയ്ത കാര്യം വരെ വിളിച്ചു പറയുന്ന ബിൻഡോയ്ക്കാണ്. എടാ, നിന്റെ നല്ല മനസ്സിന്, ഈ പറയുന്ന, ഞാൻ ഹൃദയം കൊണ്ട് പറയാണ്, നിന്റെ നല്ല മനസ്സിന് നല്ലതേ നിനക്ക് വരുള്ളൂ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കും, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമ ഗംഭീരമാവും, ഒരു സംശയവും വേണ്ട, നല്ലതേ വരും. താങ്ക് യു. എൻ്റെ പേര് മീനാക്ഷി. പ്രിൻസ് ആൻഡ് ഫാമിലി എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. എൻ്റെ ഫസ്റ്റ് മൂവി സ്റ്റെഫി സേവ്യർ ഡയറക്റ്റ് ചെയ്ത മധുര മനോഹര മോഹം എന്ന മൂവിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഇതുവരെ ആരും ഇവിടെ പറയാത്തൊരു പേരാണ് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പോല. ബിനോയ് ചേട്ടനാണ് എൻ്റെ ഫസ്റ്റ് നന്ദി. കാരണം ബിനോയ് ചേട്ടനെ ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഞാൻ കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ ഫസ്റ്റ് തിയേറ്റർ ബാച്ചിൽ ഉണ്ടായിരുന്ന പുള്ളിക്കാരനാണ് ബിനോയ് ചേട്ടൻ. അപ്പം ഞാനവിടെ തിയേറ്റർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേൾക്കുന്ന പേരുകളിൽ ഒരു പേരായിരുന്നു ബിനോയ് ചേട്ടൻ്റെ. അപ്പം ബിനോയ് ചേട്ടൻ്റെ കൂടെ തന്നെ ഈ മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ മൂവിയിലേക്ക് സെലക്ട് ചെയ്തതിന് ബിനോയ് ചേട്ടന് ഒരുപാട് താങ്ക് യു.
പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച് സർ. ഞാനൊരു പുതുമുഖൻ തന്നെയാണ്. അപ്പം ഇവിടെ ഡയറക്ടർ മാത്രമല്ല, ഒരുപാട് പുതുമുഖ ആക്ടേഴ്സിനും കൂടി നല്ലൊരു അവസരം കൊടുക്കുന്ന പ്രൊഡ്യൂസറാണ് സർ. താങ്ക് യു സർ. ദിലീപേട്ട, ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഷോട്ട്. അപ്പം ഞാൻ എന്താ പറയുക, ഒരു സ്റ്റാർ സ്ട്രക്കില്ലേ, ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരു ആക്ടറാണ് ദിലീപേട്ടൻ. അപ്പം ആളുടെ കൂടെ ഫസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം ഉള്ള ഒരു വണ്ടർ മാറിയിട്ടാണ് പിന്നെ ബിൻഡോ ചേട്ടൻ ആക്ഷൻ പറഞ്ഞത്. അപ്പം ആ ഒരു മൊമെന്റ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റാണ്. ബിൻഡോ ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്നെ ഈ മൂവിയിലെ ഒരു ഭാഗമാക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. ഷാരിസ്ക, ഈ പടത്തിന്റെ റൈറ്റർ. എനിക്ക് ആക്ച്വലി ഞാൻ റൈറ്റർ എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് മനസ്സിൽ തോന്നിയത് ഷാരിസ്ഖാനെ കണ്ടപ്പോഴാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങളെ കുറിച്ച് നല്ലൊരു വിഷൻ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് ഒരു റൈറ്ററിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ടർ, പിന്നെയാണ് അത് ഒരു ആക്ടറിലേക്ക് വരുന്നത്. അപ്പം ഷാരിസ്ക ഓരോ സീനും, ഈവൻ ഓഡീഷൻ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു തരുന്ന ആ ഒരു, ഇവിടെ നമ്മളെല്ലാവരും കേട്ടു ഷാരിസ്ക എങ്ങനെയാണ് സീനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. ഞാനതൊരു കോമഡി രൂപത്തിലാണ് പറയുന്നത്, വളരെ സീരിയസ് ആയിട്ട് ഫ്രം മൈ ഹാർട്ട് പറയാണ്. ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തോന്നുന്നു ഷാരിസ്കയ്ക്ക് വളരെ വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം പുള്ളിക്കാരൻ പറഞ്ഞു തന്ന ആ ഒരു വിഷനിലാണ് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയത്. അപ്പം താങ്ക് യു സോ മച്ച് ഷാരിസ്ക. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിൽ. പിന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്ത കോ ആക്ടേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സപ്പോർട്ട് ചെയ്തതിൽ. മെയ് 9 എല്ലാവരും സിനിമ പോയി കാണണം. നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ്. താങ്ക് യു സോ മച്ച്. പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 റിലീസ് ചെയ്യാം. ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ്. മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. തുടക്കം ബിൻഡോ ആണ്. എൻ്റെ സിനിമ കരിയർ, സിനിമ സംഭവിക്കുന്നത് ശരിയാണ്, ഒരു എഴുത്തുകാരൻ്റെ തൂലികയിലൂടെ സിനിമ തുടക്കം കുറിക്കുകയാണ്. അത് കഴിഞ്ഞൊരു സംവിധായകൻ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സിനിമ ആകണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് വേണ്ടി അലഞ്ഞ് അത് സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ പുതിയ പിള്ളേരെ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ക്വീൻ എന്ന് പറഞ്ഞു. അന്ന് ഷാരിസും ഞാനും കൂടെ അതിനുവേണ്ടി പുറപ്പെട്ട സമയത്ത് സംഭവം എല്ലാം ശരിയാണ്. എങ്ങനെയാണ് ഈ ഷൂട്ടിൻ്റെ സമയത്ത് ഇത് പ്രാക്ടിക്കലി മാനേജ് ചെയ്യുക, ഈ സിനിമ മുന്നോട്ട് പോവുക, അതിന് വേണ്ട ഒരു ശക്തമായൊരു ഡയറക്ഷൻ ടീം വേണം എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, ശരിയാണ്, സിനിമ ആക്ഷൻ കട്ട് പരിപാടിയൊക്കെ കൊള്ളാം, സിനിമ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്, തലയിലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേർപ്പസ് അത് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഡയറക്ഷൻ ടീമാണ്. അന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാണ്, ശരിക്കും പറഞ്ഞാൽ മാലാഖയെ പോലെ വന്നതാണ് ബിൻഡോ, ഈ ഇരിക്കുന്ന ബിൻഡോ സ്റ്റീഫൻ. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി അന്ന് എൻ്റെ ആദ്യ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കാൻ എൻ്റെ കൂടെ നിന്ന ബിൻഡോ ഇന്ന് മെയ് 9 ശരിക്കും തിരശ്ശീലയിൽ സംവിധായകനാവുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം അതാണ്, മെയ് 9. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ കുറച്ച് വരാൻ ലേറ്റായി. ലിസ്റ്റിലൊന്നും എന്നെ കൺഫ്യൂസ് ആക്കിയതാണ്, അതുകൊണ്ടാണ്. കൺഫ്യൂസിങ് മാസ്റ്ററാണ്, അപ്പം അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പം ദിലീപേട്ട, ഓൾ ദി വെരി ബെസ്റ്റ്. പടം നല്ല സക്സസ് ആവട്ടെ. എല്ലാവിധ ആശംസകളും. ഈ പടത്തിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. Magic Frames, me being a non-Malayali, I think since long time, from Janaganamana to Garuda, lot of wonderful movies they have created. And I can proudly say my father, and I have always been saying the same thing, we are big fans of Malayalam films. I think the entire India, the world now. So for Prince and family, all my heartiest wishes to Magic Frames, to director sir, and especially Dileep Betan. What to say about you, what to talk about you, have been all of our favorites. I still remember few days back we met in Kochi airport. I didn't notice him. Suddenly, Moksha. Then I saw, my God, Dileep Betan himself calling me, and really means a lot, sir.
And I would love to work with Magic Frames, Dilip Etan, and the entire team. All the very best, heartiest wishes. Please watch Prince and Family on 9th May. Yeah, I'm also coming to watch the show, the first day for show. All the best. Thank you. ഈ പടത്തിൽ ഞാനില്ല എങ്കിലും എൻ്റെ ആ ഒരു കെട്ടിയോളാണ്ട മലാഹ അത് എന്നെ ഞാനാക്കിയ മൂവിയിൽ ഒന്നാമത് നിൽക്കുന്നതാണ്. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദിലീപേട്ടൻ്റെ ഈ പടം ഏറ്റവും ഹിറ്റുകളിൽ ഒന്നാവട്ടെ, ഒരുപാട് ഹിറ്റുകൾ ഇനി ഉണ്ടാവട്ടെ. ലിസ്റ്റിൻ തൊട്ടതൊക്കെ 100 മേനി കൊയ്തിട്ടുണ്ട്, അതിൽ ഇതും ഇടം നേടുമെന്ന് ഉറപ്പാണ്. എങ്കിലും ചോദിച്ചേട്ടാ എന്നോട് അവിടുന്ന് പറഞ്ഞ് നീ പ്രസംഗിക്കാൻ പോവാണ്, അതിൽ സംസാരിക്കാൻ പോവാണെങ്കിൽ എന്നെ പുകഴ്ത്തി പറയണം. മഞ്ജു മുത്താണോ പൊന്നാണോ സ്വത്താണ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം ആണെന്ന് ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പടത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എനിക്ക് അഭിമാനം എന്ന് പറയാൻ ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഫാൻസ് റിയാസ് എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവൻ്റെ മകനാണ്. ഞാനും ദിലീപേട്ടൻ്റെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി അവരുടെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ എന്നെ അവൻ അടുപ്പിച്ചില്ല, എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇന്നലെ ദിലീപേട്ടനെ കണ്ടോ, ഇന്ന് കണ്ടോ? അവൻ എന്തും കണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് കള്ളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദിലീപേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവൻ നടക്കുകയും നമ്മുടെ നാട്ടുകാരും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ദിലീപേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ ആവുകയും ദിലീപേട്ടനായിട്ടുള്ള ഫോട്ടോയെ കണ്ടപ്പോൾ പിന്നെ അവനോട് അടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ച് തരണേ എന്നൊക്കെ പറയാനും തുടങ്ങി. എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ട, ലിസ്റ്റ് ബൈ. ഞാൻ ഏറ്റവും പറയുന്നത് നമ്മളെ നവാഗതനായ ഡയറക്ടർ ബിൻഡോ, സനലെ, അഭിനയം ഷാരിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാരിസ് പഠിപ്പിച്ച ജോണിച്ചേട്ടൻ്റെ അഭിനയമാണ്. അതെനിക്ക് കാണണം, അതെനിക്ക് കാണണം. എന്നാലും ഞാനും ഇപ്പോൾ ലിസ്റ്റിൻ ഫാമിലിയിൽ ഒരു അംഗമാണ്. അപ്പോൾ ലിസ്റ്റിൻ ആൻഡ് ഫാമിലിയിലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി 1 ഹിറ്റ് ആവട്ടെ. കാരണം ഇവിടെയുള്ള എല്ലാവരും 100% ആത്മാർത്ഥതയോടെയാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുമ്പോൾ പച്ചയായ മനുഷ്യൻ, അതായത് പച്ചയായ മനസ്സോടുകൂടി ഒന്നും അവകാശവാദം വിടാതെ ചെന്നിരുന്ന് കാണുക. ഈ പടം ഹിറ്റാവുന്നത് 100% ഉറപ്പാണ്. കാരണം ആ ഇരിക്കുന്ന ആ റോയിലെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും പറയാണ്, ഈ പടം വൻ ഹിറ്റാവട്ടെ. വീണ്ടും ദിലീപേട്ടൻ്റെ കൂടെ വീണ്ടും എനിക്കും അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.